2000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിനും കുറവിനനുസരിച്ച് അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ കുറവിനനുസരിച്ച് നല്ല വില കുറച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ അത്ര വിലയാണ് 500 രൂപ. ഈ 500 രൂപയ്ക്ക് നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സാധനം നമുക്ക് തരും സാധനങ്ങളാണ്. എച്ചിയുടെ പുതിയ മോഡലാണ്. ഈ കംപ്ലൈൻറ്റും കാണും, കംപ്ലൈൻറ്റ് ചിലപ്പോൾ ഡിസ്പ്ലേ ആയിരിക്കും കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ലോക്ക് സെറ്റ് ആയിരിക്കും കംപ്ലൈൻറ്റ്. നിങ്ങളെ കൂടെയാണ് ഞാനും കാണുന്നത് കേട്ടാ. ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം കൊള്ളാം, ഇതിലുണ്ട്, കണ്ടു നോക്ക്. 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാറ്ററി മാത്രം മാറിയാൽ മതിയാവും തോന്നുന്നു. ബാറ്ററി ഗൈസ്, ഒരു ലാപ്ടോപ്പ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ? ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ബിസിനസ് കുറഞ്ഞ വിലയ്ക്ക്, ലാട്ട് വിലയ്ക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പുകൾ വാങ്ങിയിട്ട് കച്ചവടം ചെയ്യാൻ 500 രൂപയ്ക്കും 2000 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ ലാപ്ടോപ്പുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്കത് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാകും ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യല്, ഒരു കാരണം വെച്ചാൽ മിസ് ചെയ്യല്ലേ. അപ്പോൾ എന്നെ വിളിക്കുന്നവരുണ്ട്, എന്നെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും ഗൈസ്, ഞാനാണെങ്കിൽ അത്യാവശ്യം ഗെയിമിങ് പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു ലാപ്ടോപ്പ് ആകുമ്പോൾ ഗൈസ് ഒരു 7500 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഓഫീസ് വർക്ക് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ലാപ്ടോപ്പ് ഒരു 3000 രൂപയ്ക്ക് 5500 8GB റാമിൽ ഒരു 500 സ്റ്റോറേജ് വരുന്ന അത്യാവശ്യം നല്ല കീബോർഡ് കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള ചെറിയ ഡിഫക്റ്റൊക്കെ വരും. അങ്ങനെയുള്ളതൊക്കെ ഞാൻ വില ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ നമ്മുടെ ചാനൽ ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, കച്ചവടത്തിന് മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്തതല്ലേ. നിങ്ങൾക്ക് വൺ ലാഭം കൊള്ളാം, ലാപ്ടോപ്പ് കൊണ്ട് 1 ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോക്കളയാം, വേറെ ഒന്നും നോക്കണ്ട ഗൈസ്. ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാർ കുറഞ്ഞ വിലയ്ക്കൊക്കെ ചോദിക്കും. ഞാൻ ഒരു 2000 3000 റേഞ്ച് കിട്ടും ലാപ്ടോപ്പ് കിട്ടുമെന്ന് ചോദിക്കും ഗൈസ്. എനിക്കൊരു 1000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും, ഒരു ഐപാഡ് 1000 രൂപയ്ക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ 1000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും. പക്ഷേ എൻ്റെ ഒപ്പം ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എന്ത് വിചാരിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുവേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വാട്സപ്പിൽ ഹോൾസെയിൽ ഡീലേഴ്സൊക്കെ വരും, ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഇത് ഇത്ര രൂപയാണ്, ഇത് 7500, ഇത് 12000 രൂപ, ഇത് 20000 രൂപ, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഇടും. അപ്പോൾ ഞാൻ ഓക്കെ കൊള്ളാം, എത്ര പീസ് എടുക്കേണ്ടി വരും, 5 പീസ് എടുത്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഇത് കിട്ടും എന്നൊക്കെ പറയും. അതൊക്കെ നല്ല കണ്ടീഷൻ പീസ് ആയിരിക്കും, നല്ല അവർ ഫുൾ അവിടെ വെള്ളം ചെക്ക് ചെയ്ത് നമുക്ക് ഒരു ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന പീസിലായിരിക്കും. പക്ഷേ കഥ മൊത്തം മാറി. ഞാനൊരു ചോദ്യം ചോദിച്ചു അവരോട്. ഞാൻ ചോദിച്ചു ഗൈസ് ബ്രോ ഒരു 2 രൂപ ആ റേഞ്ചിലൊക്കെ ലാപ്ടോപ്പുകൾ കാണുമെന്ന് ചോദിച്ചു. 2 രൂപ. അപ്പോൾ എന്നെ നെട്ടിച്ചോന്ന് പറഞ്ഞാൽ അവരെന്നെ പറഞ്ഞു ഗൈസ് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പ് വരാം. 500 രൂപയ്ക്ക് ലാപ്ടോപ്പാ ഗൈസ്, എന്തുവാണ് ഇത്? 500 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമോ? അപ്പോൾ 500 ലാപ്ടോപ്പ് ഞാൻ അവർ പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കുന്നത്, അവർ ആ രീതിയിലാണ് എടുത്താണ് അവർ സ്ക്രാപ്പ് ഇങ്ങനെ ചീപ്പ് വിലയ്ക്കൊക്കെ എടുത്തിട്ടാണ് അവർ റിപ്പയറൊക്കെ ചെയ്ത് സ്പെയറുകളൊക്കെ മാറിയിട്ടാണ് നമുക്ക് തരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാമേ. അവർ അത്യാവശ്യം ആദ്യമൊക്കെ എനിക്ക് നല്ല നല്ല ലാപ്ടോപ്പാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോ ബഡ്ജറ്റിനുള്ള ലാപ്ടോപ്പിലാണ്, നമുക്ക് അതിലേക്കൊന്ന് പോകണം. അപ്പോൾ ഇവർ ഒരു പീസായിട്ടൊന്നും എന്നെ വിളിച്ച് ചോദിച്ചതല്ല. എടുക്കുകയാണെങ്കിൽ ഒരു ബൾക്ക് ഒരു ബോക്സ് പീസ് ഒരു 12 പീസ്, ഒരു ഡസൻ 12 പീസെങ്കിലും നിങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് 500 രൂപ 1000 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നതൊക്കെ നോക്കിയാൽ ഈ ഒരു കാണുന്ന ലാപ്ടോപ്പ് ഉണ്ടല്ലോ, HP ലാപ്ടോപ്പാണ്. ഇതിന് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. എന്താണ് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഡിഫക്റ്റ്. ഈ ലോക്ക് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ചെറിയ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകണ്ടില്ലേ, 500 രൂപ. ഡിസ്പ്ലേ ഇല്ല, കീബോർഡ് ഇല്ല, വെറും ബോർഡ് വിലയ്ക്ക് ബോർഡിൻ്റെ വിലയാണ്. ഈ അകത്ത് വരുന്ന ഈ ബാക്കിൽ വരുന്ന ബോർഡിൻ്റെ മാത്രം വിലയാണ് 500 രൂപ. ഈ 500 രൂപയ്ക്ക് നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സാധനം നമുക്ക് തരും. എല്ലാം ബ്രാൻഡഡ് HP സാധനം തന്നെയാണ്. ഇതൊക്കെ റിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഗൈസ് നല്ല വിലയ്ക്ക് വിറ്റ് നിങ്ങൾക്ക് ലാഭം കൊയ്യാൻ പറ്റിയ സാധനങ്ങൾ. ചെറിയ ലോക്ക് കംപ്ലൈൻറ്റ്, ഡിസ്പ്ലേ ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. HP എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ്, ചൈന സാധനമൊന്നുമല്ല, എല്ലാം ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഇത് ഈ കണ്ടീഷനിൽ വാങ്ങി ചെറിയ റിപ്പയറൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ചെറിയ ബാറ്ററി ആയിരിക്കും ഡിഫക്റ്റ്. അപ്പോൾ ബാറ്ററി മാറി നിങ്ങൾക്ക് ആനിക്സ് ഉണ്ടാക്കാം. ചെറിയ കണ്ടില്ലേ, ലോക്ക് സെറ്റ് ആയിരിക്കും കംപ്ലീറ്റ്. ആ ലോക്ക് മാത്രം മാറി നമുക്ക് നല്ലൊരു ലാഭം കൊയ്യാൻ പറ്റിയ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല വില. 500 1000 എന്നല്ല, 7000 8000 വിലയിലോട്ട് പോകും. കേട്ടോ, ബാക്ക് കേസോടെ മാറേണ്ടി വരും. നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? എന്നെ ഒരുപാട് വിളിക്കും. മിക്കതിനും ലോക്ക് സെറ്റാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്.
ഈ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇവർ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇവരിങ്ങനെ എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത് റിപ്പയർ ഒക്കെ ചെയ്യുക. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി റിപ്പയർ. ഇത് അത്യാവശ്യം കണ്ടീഷനാണ് കേട്ടോ. 2000 രൂപ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങി ചെറിയ റിപ്പയർ ഇതിലുണ്ട്, കണ്ടു നോക്ക്. 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാറ്ററി മാത്രം മാറിയാൽ മതിയാവും തോന്നുന്നു. ബാറ്ററിയും ചെറിയ എന്തെങ്കിലും കീബോർഡ് കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും വരുള്ളൂ. സ്ട്രിപ്പ് മാറ്റി കൊടുത്താൽ സാധനം റെഡിയാവുന്ന i3 i5 ഒക്കെ സാധനങ്ങളാണ്. HPയുടെ പുതിയ മോഡലാണ്. ഇത് കംപ്ലൈൻറ്റും കാണും. കംപ്ലൈൻറ്റ് ചിലപ്പോൾ ഡിസ്പ്ലേ ആയിരിക്കും കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ലോക്ക് സെറ്റ് ആയിരിക്കും കംപ്ലൈൻറ്റ്. അതേ ഒരു മോഡൽ തന്നെ 5-6 പീസ് വരും ഒരു ബോക്സിനകത്ത്. എല്ലാം കൂടെ ഒരു 12 പീസ് നിങ്ങൾക്ക് ഒരേ മോഡൽ ഒരു 12 പീസ് സെറ്റ് എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല കേട്ടോ. ഇത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. ഒരു സെറ്റിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാലും നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് പക്ക കണ്ടീഷനാക്കി എടുക്കാം. നിങ്ങൾക്ക് ഒരു 7000 രൂപ ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ലാഭം എടുക്കാം. സാരം കീബോർഡ് ആയിരിക്കും കംപ്ലൈൻറ്റ്, ജസ്റ്റ് ബാറ്ററിയുടെ വരും. ആകെ 2 കൂടെ മാറി വരുമ്പോൾ നിങ്ങൾക്ക് ആ മുതലാവുള്ളൂ. ഒരു 2000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിനും കുറവിനനുസരിച്ച്, അതിൻ്റേതായ ലാപ്ടോപ്പിൻ്റെ കുറവിനനുസരിച്ച് നല്ല വില കുറച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. എന്തായാലും ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യേ. ടച്ച് സ്ക്രീനാണ്, HPയുടെ ടച്ച് സ്ക്രീൻ വരുന്നതാണ്. സ്ക്രീന് കൊള്ളാമെങ്കിൽ കീബോർഡ് മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യേ. കൊള്ളാം, വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല അല്ലേ? നിങ്ങളെ കൂടെയാണ് ഞാനും കാണുന്നത് കേട്ടാ. ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, സാധനം കൊള്ളാം. ഇല്ല, ആ കേസ് പൊട്ടിയിരിക്കുകയാണ്. ബോഡിയാണ് ഡിഫക്റ്റ് ആയിട്ടുള്ളത്. സെയിം മോഡലുണ്ട്. ജസ്റ്റ് അടുത്ത സെയിം മോഡലാണ്, ഡിസ്പ്ലേ ആണ് കംപ്ലൈൻറ്റ്. സെയിം മോഡൽ തന്നെ ഒരുപാടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് 1-2 റെഡിയാക്കി എടുക്കാം. കൺഫേം ഒരു ബോക്സിൽ നിന്ന് തന്നെ ഒരു 12 പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ റെഡിയാക്കാൻ പറ്റുന്ന പീസുകളുണ്ട്. ഇതാണ് ഒരു ബോക്സിൽ വരുന്ന സാധനങ്ങൾ. ഒരേ മോഡൽ തന്നെ 2-3 പീസുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലാഭമില്ലാതെ പോകില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് ലാഭം എടുക്കാം. ബാറ്ററി പെരുകി പൊട്ടിപ്പോയതാണ്. അതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി അല്ല, ഇതിന് ഒരു ബോക്സ് പൊട്ടി ചെയ്ത് തന്നെ ഇപ്പോൾ 3-4 ഇത് കാണിക്കുന്നത് ഈ സെയിം മോഡൽ. അഞ്ചാമത് ബാക്കിൽ അത് ഇരിക്കുന്നത് സെയിം മോഡലാണ്. ഡിസ്പ്ലേ ഇല്ല, മറ്റേ ഡിസ്പ്ലേ എടുത്തിട്ട് കൊടുത്താലും നിങ്ങൾക്ക് പടം കൊയ്തുകൂടെ ഗൈസ്. അപ്പോൾ ഒരു ബോക്സ് പെട്ടി ഒരു 12 പീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൈസ് അടുത്ത ബോക്സ് എടുക്കാൻ പറ്റുമോ ഗൈസ്? പിന്നെ ഇതൊക്കെ റെഡിയായി വരുമ്പോൾ എങ്ങനെ വരുമെന്ന് കാണണ്ടേ? ഈ കണ്ടീഷനിലിരിക്കും, മുട്ടായി പോലിരിക്കും. നിങ്ങൾ ഇത് റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ? നേരത്തെ കണ്ട ആ പീസുകൾ റെഡിയാക്കി ഡിസ്പ്ലേ ഒക്കെ മാറി അല്ലെങ്കിൽ അങ്ങോട്ടും ചേഞ്ച് ഒക്കെ ചെയ്ത് ഒരു വിധത്തിൽ ഒരു ലാപ്ടോപ്പ് റെഡിയാക്കി കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ മുടക്കുന്ന പൈസ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ മുതൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലാഭമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസ് ഒക്കെ മുടക്കി മറ്റ് ലാപ്ടോപ്പൊക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗൈസ് ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ മിനി ലാപ്ടോപ്പ് കൊണ്ട് എല്ലാം പല പല മോഡലല്ലേ ഇങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കണം. പറ്റുമോ നിങ്ങളെ കൊണ്ട് ഗൈസ്? പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും, നമുക്ക് ഒരു ബിസിനസ് സംസാരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ വാങ്ങിച്ചോ ഗൈസ്, നിങ്ങൾ പണം ഉണ്ടാകുക ഗൈസ്. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള ഇതിൽ ഡൗട്ടൊന്നുമില്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്തോടും. നെക്സ്റ്റ് വീണ്ടും ഒരു ഹോൾസെയിൽ വീഡിയോ ആയിട്ട് മറ്റൊരു ഹോൾസെയിൽ വീഡിയോ ആയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ വീണ്ടും വരും. ബൈ 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 ബൈ.